എല്ലാരെയും സ്തോത്രം. എല്ലാരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. അതോടൊപ്പം കർത്താവിൽ നമ്മെ സ്നേഹിക്കുകയും കർത്താവിൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രിയ തങ്കുബ്രദറിന്റെ സ്നേഹവന്ദനത്തെയും അന്വേഷണങ്ങളെയും അറിയിക്കുകയാണ്. വിനോബ്രദർ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. വൈക്കം ഡയോസസിന്റെ പ്രഭാത ആരാധനയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്വന്തം ഡയോസിസിലേക്ക് പെരുകുന്ന, ഏറുന്ന, വർദ്ധിക്കുന്ന ഡയോസിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. അത് ദിവസം വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ചെയ്യും. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കർത്താവിന്റെ മഹത്വം നിറയും. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനവുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് സ്തോത്രം കടുത്തുരുത്തിയിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരിക്കുന്ന പ്രിയ ജെയിനി സിസ്റ്ററാണ്. ജെയിനി സിസ്റ്റർ ഒന്ന് കർത്താവിന്റെ വചനം നമ്മുടെ മധ്യത്തിൽ ഷെയർ ചെയ്യും. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ഓവർ ടു ജെയിനി സിസ്റ്റർ. ഹല്ലേലൂയ. കേൾക്കാമോ ജിഷ്ണു? കേൾക്കാം. ഹല്ലേലൂയ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മെ വഴി നടത്തുകയും നമ്മുടെ ആത്മീയ പിതാവും നമ്മുടെ ഇടയനുമായ തങ്കുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ DP വിനോദ് ചാച്ചൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് പ്രഭാതത്തില് നമുക്ക് ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കും എന്താണെന്ന് കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കർത്താവ്, മോർണിംഗ് വർഷിപ്പിൽ എനിക്കൊന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴായിരുന്നു കർത്താവിന്റെ സമയം, ഇപ്പോഴായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോടുകൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്നൊരു വാക്യം ആദ്യമേ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആമേൻ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം എവിടെയായിരിക്കണം? കർത്താവിലായിരിക്കണം. ആ കർത്താവിലായിരിക്കുമ്പോൾ നമ്മൾ മൂലക്കല്ലായിരിക്കണം. കർത്താവിൽ മൂലക്കല്ലായിരിക്കുന്ന നമ്മെ പണിതിരിക്കുന്നത് എവിടെയാണ്? കർത്താവിലാണ് പണിതിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം കർത്താവിൽ പണിയപ്പെടുമ്പോൾ നമ്മൾ ഇളകാത്തവരായിരിക്കും. നമ്മൾ വായിക്കേണ്ട കർത്താവിനും അവന്റെ അമിത ബലത്തിലും വളരുകയും. പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിലും അവന്റെ അമിത ബലത്തിലും വളരും. തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം നമ്മളെ അകത്തെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നർ ചേമ്പറിലൊക്കെ നമ്മൾ ദേവദാസിലും ടൈമിനോടത്ത് എഴുതുമ്പോഴൊക്കെ നമ്മളെപ്പോഴും ആദ്യമേ നമ്മളൊരു പ്രാർത്ഥനാ വാഴ്ച കാണാം. നമ്മൾ അതൊരു പ്രാർത്ഥിച്ചു തുടങ്ങുന്ന പോലെയാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം പറയുന്നത്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. യേശു തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. വൈക്കം ഡയോസിൽ നമ്മൾ ഈ 2 വർഷമായി വിനോദാച്ചൻ DP ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്ന ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ വന്ന് പരിശുദ്ധാത്മാവ് എത്ര സിമ്പിൾ ആണെന്നുള്ളത് വിനാശാസനിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെയാണ് നടക്കുന്നത്. നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഓഫർ കേൾക്കാം, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മൾ സ്വീകരിച്ചപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ആ ആത്മാവിൽ നമ്മൾ അനുദിനം ശക്തിയോടെ ബലപ്പെടുത്തണം. അത് മാത്രമല്ല, അതിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും
പ്രാപ്തമാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. അപ്പൊ നമ്മൾ ആ ആത്മാവിന്റെ നിറവിൽ നമ്മൾ നിറഞ്ഞു വരുമ്പോൾ നമ്മൾ പുറപ്പെടും, നമ്മൾ ഇറങ്ങി പുറപ്പെടും, നമ്മൾ പട്ടണങ്ങളെ പിടിച്ചെടുക്കും. അത് നമ്മൾ ജിജോ പാസ്റ്ററോടെ കേട്ട പോലെ തന്നെ പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്ന ഞാൻ ഈ ബ്ലോസം പ്ലേസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ലിൻവാനി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെ പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ബ്ലോസം പ്ലേസ് കയറി കഴിഞ്ഞാണ് നമുക്ക് ഒരു മടി കൂടാതെ കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ടുള്ള ഒരു ഇതെനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചതാണ്. ഞാൻ ജനിച്ചു വളർന്നതേ വിശ്വാസ ജീവിതത്തിലായിരുന്നു. ബ്രദറൻ വിശ്വാസത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അന്നൊക്കെ അവിടെ എന്തൊക്കെ പറഞ്ഞ വചനം നല്ലപോലെ പഠിപ്പിക്കുകയും പഠിക്കുകയും എല്ലാം കടന്നു പോകലും മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയാ ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ ലജ്ജ കൂടാതെ പറയുവാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ വചനം അറിയാം, വചനം പഠിക്കുന്നുണ്ട്, എന്നും കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുവാനോ ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുവാനൊരു മടിയായിരുന്നു. ഞാൻ 2006 സ്വർഗീയവിരുന്ന് കടന്നു വരുന്നത്. ആ സ്വർഗീയവിരുന്ന് കടന്നു വരുന്ന സമയത്ത് അതിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് 2006. അതിനു മുമ്പ് ഞാൻ ഈ സ്വർഗീയവിരുന്നിനെ കുറിച്ച് 2002 മുതൽ ഞാൻ ഈ സ്വർഗീയവിരുന്നിനെ കുറിച്ച് കേൾക്കും. അപ്പോഴൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു. കാരണം ഞാൻ വളർന്നു വന്ന ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാധന കഴിയുമ്പോൾ ഒരു പാട്ട് മാത്രം കൈകൊട്ടി പാടുന്ന ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ സ്വർഗീയവിരുന്ന് എന്നത് കേട്ട് കഴിയുമ്പോൾ അവിടെ ഭയങ്കര അന്യഭാഷ, കൈകൊട്ടി പ്രാർത്ഥന, തുള്ളല്, ചാട്ട, ബഹളം, ഇതൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു. എന്തൊരു ബഹളമാണ്, ഇങ്ങനെ അലറി കാറിയാലേ ദൈവം കേൾക്കുള്ളൂ, ഇങ്ങനെയൊക്കെ ഞാൻ കളിയാക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ പലരുടെയും നമ്മൾ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. നമ്മളെ ആരെ കളിയാക്കും, നമ്മൾ എവിടെ കളിയാക്കും, പക്ഷെ കർത്താവ് നമ്മൾ എവിടെ കൊണ്ട് നിർത്തും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ സ്വർഗീയവിരുന്ന് കടന്നു വരുന്നു. പക്ഷെ ഞാൻ സ്വർഗീയവിരുന്ന് കടന്നു വന്നു. ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നതാണ്. അതിന്റെ മീറ്റിങ്ങുകൾ നമ്മൾ അവിടെ ഇരുന്ന് വന്നു കഴിഞ്ഞു അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുവാണ് ഈ മദ്യം കഴിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു ലഹരി, അതുപോലത്തെ ഒരു ലഹരി. കാരണം നമുക്ക് ആ പാട്ടുകള്, ആരാധനകള്, വചനം കേൾക്കുന്നത് ആത്മാവിലായി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ കൈകൊട്ടിപ്പോക്കോളും. അപ്പൊ ഞാൻ അതിനകത്ത് വന്ന് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷ എനിക്ക് കിട്ടി. അപ്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് എത്ര സിമ്പിൾ ആണെന്നും മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുവാനും ഒരു ലജ്ജയില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ ഒരു 2022 നമ്മൾ തളിർക്കും പൂക്കും ഫലം കായ്ക്കും. അതുപോലെ ഈ വർഷം നമ്മൾ പെരുകും ഏറും വർദ്ധിക്കും. ഇറങ്ങി പുറപ്പെടുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, അതുപോലെ നമ്മുടെ അടുത്ത കടകളിൽ പോകുമ്പോൾ, നമ്മുടെ പരിചയമുള്ളവരെ വിളിക്കുമ്പോൾ ഒക്കെയും ദൈവത്തെ കുറിച്ച് മടി കൂടാതെ പറയുവാനായിട്ട് കർത്താവ് ഇടുന്ന കൃപ വരുന്നു. ഈ ദിവസങ്ങളിൽ അനേവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, രോഗികളുടെ സൗഖ്യം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, അവർക്ക് ആത്മാവില് ഒരു ബലം കൊടുക്കുവാനായിട്ട് ഒക്കെയും കർത്താവ് ഈ ദിവസങ്ങളിൽ എനിക്ക് കൃപ തരുന്നുണ്ട്. കാരണം അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് എത്ര സിമ്പിൾ ആണെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ലളിതമായിട്ട് പറയാ, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു വിടുക. നമ്മുടെ നാവില് വേണ്ടാത്ത ഒന്നും വരരുത്. എപ്പോഴും ചാച്ചൻ പറയാറുണ്ട്, നെഗറ്റീവ് നമ്മൾ പറയരുത്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും, കർത്താവേ ഇത് നടക്കുമോ. ഇന്നലെ സജിബ്രദർ ശുശ്രൂഷപ്പെടും കേട്ടു. നമ്മള് ഇങ്ങനെ ഓർക്കും, കർത്താവെ ഞാൻ എന്നെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ലഭിക്കാത്തത്. അപ്പൊ നമ്മൾ അത് നമ്മുടെ ഉള്ളിലോട്ട് വേറൊരു ചിന്ത കൊണ്ടുവരുന്നതാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് അത് നമുക്ക് ലഭിക്കും. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കും. ഈ ദിവസങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പെഷ്യൽ എൻകൗണ്ടിങ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരു വചനഭാഗം കൂടെ വായിക്കാം. റോമാലേഖനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിന്
എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതും തന്നെ. ഇതിനായിട്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ, നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം, കർത്താവിനെ കുറിച്ച് നമ്മൾ പറയണം. അപ്പം നമ്മൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിന്റെ ശക്തി എന്നിൽ കാണിക്കേണ്ടതിന്. ദൈവത്തിന്റെ ശക്തി ആരിലാണ് കാണിക്കുന്നത്? ആ ശക്തി നമ്മളിലാണ് കാണിക്കുന്നത്. ആരുടെയൊക്കെ മുമ്പില് ആരുടെയൊക്കെ മുമ്പിലാണ് നമ്മളെ ശക്തി കാണിക്കേണ്ടത്? നമ്മുടെ ശത്രുക്കാരുടെ മുമ്പില്, നമ്മുടെ അയൽവാസികളുടെ മുമ്പില്, നമ്മുടെ കൂട്ടുകാരുടെ മുമ്പില്, നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നവരുടെ ഒക്കെ മുമ്പില് നമ്മൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആ കർത്താവിന്റെ ഒരു പ്രത്യേക ഒരു എൻകൗണ്ടർ നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കേട്ട് കഴിയുമ്പോൾ അവര് പറയും, ഓ ഇത് കർത്താവുള്ള ഒരു മകളാണ്, ഇവളെ യേശുവിനെ ധരിക്കും, ഇവള് പരിശുദ്ധാത്മാവിനെ ധരിക്കുന്ന ഒരു മകളാണ്, ഇവരിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കും. അപ്പൊ നമ്മളിലൂടെ കർത്താവിനെ നമ്മൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ദൈവത്തിന്റെ ആ മഹത്വം നമ്മളിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മൾ മറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മള് ആ റോമർ 9:10 വായിക്കുന്നുണ്ട്, ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്ത, നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്താണ്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കണമെന്നും ഇത്രയും ദൈവമക്കളുടെ മുമ്പിൽ ശുശ്രൂഷിക്കണമെന്നും കർത്താവിന്റെ ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തോണ്ട് ദൈവം നിർണയപ്രകാരം വിളിക്കുന്നവർ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ കർത്താവ് വിളിക്കുന്നു, ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു, ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് ഓരോ ദൈവമക്കൾ ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒക്കെ ഞാനിന്ന് ഓർക്കും, കർത്താവ് എനിക്കും ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷിക്കണം, എനിക്കും ഇതുപോലെ വർഷിപ്പ് ചെയ്യണം, എനിക്കും ഇതുപോലെ പ്രാർത്ഥിക്കണം, എനിക്കും ഇതുപോലെ വചനം പറയണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി, കർത്താവ് നമ്മളുടെ ആഗ്രഹങ്ങളെ മാനിക്കും. നാം ഓരോ സുവിശേഷമായിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ എന്താണ് നമ്മളെ ആ കർത്താവ് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നമ്മൾ നിർവഹിക്കണം. നമ്മൾ പറയണം, നമ്മളത് നമ്മുടെ നാവിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി, കർത്താവ് അവിടെ പ്രവർത്തിക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ വായിൽ നിന്നും പറഞ്ഞു വരുന്ന ഓരോ വചനങ്ങളും അത് എവിടെയാണോ ചെല്ലേണ്ടത് ആ ചെല്ലേണ്ടടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ പറഞ്ഞു വിടുക, നമ്മളത് നടക്കുമെന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു വിടുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം അത് ലഭിക്കും. നമ്മളത് നടന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമുക്കത് കിട്ടും. ഞാൻ 2019 എൻ്റെ മോന് പെട്ടെന്ന് ജോളി ബ്രദർ കടുത്തിരുത്തി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിള്ളേരുടെ BBS മോനെ ലാസ്റ്റ് തീരുന്ന അന്ന് പെട്ടെന്ന് ഒരു വയറുവേദന വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അപ്പൻഡിക്സ് ആണ്, പെട്ടെന്ന് സർജറി ചെയ്യണം. ഞാൻ ആകെ തകർന്നു പോയി. ആരുമില്ല ഒരു സഹായത്തിന്. അച്ഛനാണെങ്കിൽ മൂന്നാർ ലോട്ടം പോയിരിക്കുകയാണ്, അന്നേരം വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, എനിക്കറിയത്തില്ല. ഞാൻ ബസ്സിലിരുന്നോട് വാവിട്ട് കരഞ്ഞു. ഓളി പറഞ്ഞെ വിളിച്ചു. എന്നോട് ബ്രദർ ഒരു കാര്യം പറഞ്ഞു, മോളെ നീ സമാധാനമായിട്ടിരിക്കും, ഒന്നും അവിടെ സംഭവിക്കത്തില്ല, കർത്താവ് അവിടെ അത്ഭുതം ചെയ്യും. പക്ഷെ അവിടുന്ന് ESI ചെന്ന് അവരവിടുന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. ആ രാത്രി തന്നെ 12 മണിയായപ്പം കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പക്ഷെങ്കിൽ അന്ന് അവിടെ എനിക്ക് ആ മെഡിക്കൽ കോളേജിന്റെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗത്ത് കിടന്ന് ഞാൻ വാവിട്ട് കലറി. എൻ്റെ കർത്താവ്, എനിക്കൊരു ആശ്രയം ആരും ഇല്ലല്ലോ. എന്നാൽ എൻ്റെ കർത്താവ് അവിടെ ഇറങ്ങി വന്നു, എനിക്ക് സമാധാനം തന്നു, എനിക്ക് ആശ്വാസം തന്നു. 2 ദിവസം കഴിഞ്ഞു അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞേച്ചും വീണ്ടും അവന് ഇൻഫെക്ഷനായിട്ട് വീണ്ടും അത് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2 പ്രാവശ്യം സർജറി ചെയ്തു. 2 പ്രാവശ്യം സർജറി ചെയ്ത് കഴിഞ്ഞ് ഈ കുഞ്ഞിന് മുറിവ് എന്ത് ചെയ്താൽ കരിയുന്നില്ല. 6 മാസമായിട്ടും കുഞ്ഞിന് മുറിവ് കരിയുന്നില്ല. ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അനേക ദൈവമക്കൾ കടന്നു വന്നു, പ്രാർത്ഥിച്ചു, വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവരെല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും കുഞ്ഞിന് എന്താ രോഗമെന്ന് ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിന്റെ മുറിവ് കരിയുന്നില്ല. ഞാൻ ആകെ തകർന്നു. അപ്പോഴൊക്കെയും പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്താ കർത്താവ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇങ്ങനെ നിന്നെ വിളിച്ചപേക്ഷിച്ചിട്ടും, നിന്റെ സന്നിധിയിൽ നടന്നിട്ടും, നിന്റെ വഴികളിൽ നടന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് സൗഖ്യം കിട്ടുന്നില്ല? ഞാനും പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവനെ ലോകരാജ്യങ്ങളിൽ അവനൊരു സാക്ഷിയായിട്ട് നിൽക്കണമെന്ന് കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് 2019 കഴിഞ്ഞ് 2020 പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോട്ടയത്ത്
41 ദിവസം 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഈ മോന് വേണ്ടി ഉപവാസം എടുത്തു. 21 ദിവസം ഉപവാസം എടുത്തു. ഉപവാസ പ്രാർത്ഥന തീരുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞാന് കുഞ്ഞിനെ ഇവിടെ എല്ലാം കുളിപ്പിച്ച് എല്ലാം കിടത്തി ഇവനെ ഒറ്റയ്ക്ക് ഇരുത്തിയേച്ച് ഞാൻ പോവുക, മീറ്റിങ്ങിന് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ടെന്റ് കയറി ടെന്റ് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തോമസ് കുട്ടി അവിടെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, വയറിൽ മുറിവുണ്ടായിട്ട് കരിയാതെ ഇരിക്കുന്ന ഒരു ആളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആമേൻ. ഞാനപ്പോ അവിടെ ഇരുന്നോണ്ട് ഞാൻ ഏറ്റെടുത്തു. വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് സമർപ്പിച്ച് എന്റെ വയറെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, ഇത് എന്നെ കുറിച്ച് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സൗഖ്യം കാണണം. കാരണം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോഴും കുഞ്ഞിന്റെ വയറ് പഴുപ്പ് ഞാൻ ഞെക്കിക്കളഞ്ഞ് അത് ഒട്ടിച്ചെല്ലാം വെച്ചേച്ച് പോയതാണ്. അത് യാതൊരു സാധ്യതയില്ല കരിയാനായിട്ട്. കാരണം 1.5 വർഷമായിട്ട് ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യാതൊരു സാധ്യതയില്ല, മുറിവ് കരിയാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെങ്കില് പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ കാണുന്നത് കുഞ്ഞിന്റെ മുറിവ് സൗഖ്യമായിട്ടിരിക്കുന്നതാണ്. കർത്താവ് അവിടെ പ്രവർത്തിച്ചു. ആ സെക്കൻഡ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന അത്ഭുത സാക്ഷ്യമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ കാണുന്ന ഈ കുഞ്ഞ്, ഞാൻ വൈകുന്നേരം ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇത് അഴിച്ചു തുറന്നു നോക്കിയപ്പം അവിടെ ഒരു പാടല്ലാതെ വേറെ ഒന്നുമില്ല. അത് കരിഞ്ഞിരിക്കുക, ഒരു തുള്ളി പോലും പഴുപ്പില്ലാതെ അത് കരിഞ്ഞിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാനത് പിറ്റേ ദിവസം, ഞാൻ അന്ന് വൈകിട്ട് തന്നെ തോമസ് കുടിച്ചാൻ മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ് അയച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോരാറിയപ്പോ എന്നെ തോമസ് ബ്രദർ വിളിച്ചു. ആ അമ്മയും മോനും നാളെ രാവിലെ ഈ സ്റ്റേജിൽ വന്ന് സാക്ഷി പറയണം. സ്തോത്രം. പിറ്റേ ദിവസം ഞാൻ ഈ മോനെയായിട്ട് വന്ന് അവിടെ വന്ന് ഞാൻ ആ ഹാളിലോട്ട് വന്ന് കയറുമ്പോഴേ തോമസ് കുട്ടി ബ്രദർ പറയുകയാണ്, ഇന്നലെ ഇവിടെ ഒരു അത്ഭുത സാക്ഷ്യം നടന്ന ആ അമ്മയും അവനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് ഓടി വരിക. ഞാൻ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഓടി വന്നു. കർത്താവിന്റെ വലിയൊരു പദ്ധതിയാണ്. കാരണം ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഈ 1.5 വർഷമായിട്ട് കുഞ്ഞിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവിടെ വീട്ടിൽ ഇരുന്ന് സൗഖ്യം കിട്ടി കഴിഞ്ഞാല് ആരും അറിയില്ല. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവിന്റെ ലോകരാജ്യങ്ങളിൽ ഈ മകനെ ഒരു ഡിസ്പ്ലേ ആക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് അന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ എന്റെ കുഞ്ഞിനെ കണ്ടു. സ്റ്റേജെ കയറ്റി നിർത്തി തങ്കു ബ്രദറും തോമസ് കുട്ടവറിന്റെ നടുക്ക് നിർത്തി മോനെ നിർത്തിക്കൊണ്ട് കർത്താവ് രോഗികൾക്ക് വേണ്ടി ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. യേശു എനിക്ക് തന്ന സൗഖ്യം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണം. ഈ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഡോക്ടർമാര് പലരും വിധി എഴുതി, വേറെ അസുഖമാണ് ക്രോൺസ് എന്ന് പറഞ്ഞ 1000 പേരിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ് എന്ന് വിധി എഴുതി. പക്ഷെ അത് അവിടെ ഒന്നും ഡോക്ടർമാരുടെ വിധി എഴുതി ആ എഴുത്തിനെയും മറ്റുള്ളവരുടെ പറച്ചിലിനെ എല്ലാം മാറ്റിക്കൊണ്ട് കർത്താവ് അവിടെ അത്ഭുത സൗഖ്യം തന്നു. കർത്താവിന്റെ സ്ഥലം ഒന്നും കൂടെ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനായിട്ട് ദൈവം അവിടെ നിന്ന് കൃപ ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ വീടിന്റെ പണി വന്നു, എനിക്ക് ഭവനം പണി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് യാതൊരു രീതിയിലും എനിക്ക് ഭവനം പണിയാനായിട്ടുള്ള അവര് എഴുതി തരത്തില്ല. കാരണം 10 വർഷം ഗൾഫിലായിരുന്നതുകൊണ്ട് ഗൾഫുകാരെന്നുള്ള ഒരു പേര് വന്നതുകൊണ്ട് അവര് തരത്തില്ല. അതും ഞാനിവിടെ ചർച്ചിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ സഹോദരിമാര്, ഞങ്ങള് വീട്ടില് സഹോദരിമാര് കൂടി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ പറഞ്ഞ ഒരു വാക്കാണ്, നമുക്ക് വേണ്ടി കർത്താവ് നിയമം മാറ്റി എഴുതും. കർത്താവ് എനിക്ക് വേണ്ടി ആ നിയമം മാറ്റി എഴുതി. ആധാരം 12 വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ 12 വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ആധാരം 12 വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനില്ല, ആധാരം ബാങ്കിൽ ഇരിക്കുകയാണ്. പക്ഷെ കർത്താവ് അവിടുന്ന് ആ നിയമവും അവിടുന്ന് മാറ്റി എഴുതി. ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതെ ലൈഫിന്റെ പേരെയായിരുന്നു അന്ന് ആദ്യം. ആ ലൈഫിന്റെ പേര് കിട്ടിയ സമയത്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷെ അതും മാറ്റി വെച്ചുകൊണ്ട് കർത്താവ് അവിടെ നിയമം എനിക്ക് വേണ്ടി മാറ്റി എഴുതി. എനിക്ക് ബ്ലോക്കിലേക്ക് വീടാക്കി തന്നു. കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. മനോഹരമായ ഒരു ഭവനം കർത്താവ് എനിക്ക് തന്നു. യാതൊരു സാധ്യതയില്ലായിരുന്നു. 10 പൈസ കയ്യിലില്ലാതെയാണ് വീട് പണി തുടങ്ങിയത്. പക്ഷെ കർത്താവ് എല്ലാം മനോഹരമാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്കും തന്റെ എല്ലാം നന്മയ്ക്കായിട്ട് കർത്താവ് കൂടി വ്യാപരിക്കുന്നു. ഇത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വചനം ഏറ്റെടുത്ത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. നമ്മൾ അത് ജീവിതത്തിൽ അനുഭവിക്കും. കർത്താവ് തരുന്ന തന്റെ ധനത്തിനൊത്തവണ്ണമാണ്. തന്റെ ധനത്തിനൊത്തവണ്ണമാണ് നമ്മളെ തരുന്നത്. നമ്മൾ പലപ്പോഴും പുറവർക്കാറുണ്ട്, കർത്താവ് എനിക്ക് അതില്ല, ഇതില്ല, എനിക്ക് അത് കുറവാണ്, എനിക്ക് ഇത് കുറവാണ്. എന്റെ കർത്താവ് പലപ്പോഴും പുറത്തിട്ടുണ്ട്. എന്റെ കർത്താവ് എന്നാണ് എനിക്കിങ്ങനെ, ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ അവിടെ എല്ലാം കർത്താവ് ആ തക്ക സമയത്ത്
പല പല കാര്യങ്ങൾക്കും എന്നെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നത് മുക്കാലും ഒരു 6 വർഷം കൊണ്ട് ജോളിവറിന് കൂടുതലായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിഷയം വന്ന അന്നേരം ഞാൻ വിളിക്കും, കർത്താവെ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അതുപോലെ വിഷമഘട്ടങ്ങളിലൂടെ എന്റെ കേസിന്റെ വിധി വിനോശേഷം വന്ന സമയത്താണ് എന്റെ കേസിന്റെ വിധി വന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് അകത്ത് കൊണ്ട് ഇടാനായിട്ട് വിധി വന്നു. പക്ഷെ ആ വിധിയെല്ലാം കർത്താവ് മാറ്റി എഴുതിച്ചു. അവിടെയും കർത്താവ് എനിക്ക് അത്ഭുതമായിട്ട് എനിക്ക് വിടുതൽ തന്നു. ഞാൻ കോടതിയിൽ പോയിരിക്കുമ്പോൾ ഞാൻ ജോളിവറിനെ വിളിച്ചിരുന്ന് കരയും. കർത്താവ് എന്നിട്ട് ജോളിവർ പറയുമ്പോ, ഭാരപ്പെടേണ്ട മകളെ, എന്തിനാ വിഷമിക്കുന്ന, കർത്താവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ആ ഒരു ആശ്വാസവാക്ക് എന്റെ ജീവിതത്തിൽ എന്നും എനിക്കൊരു ആശ്വാസമായിരുന്നു. കർത്താവ് ആ വിധിയും മാറ്റി എഴുതി മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജിക്കാതെ ഏറ്റവും വലിയ കോടതിയിലെ കർത്താവ് എന്ന കോടതിയിലെ ആ ജഡ്ജിമാരുടെയും ആ വക്കീലുമാരുടെയും ഒക്കെ മുന്നിൽ നിന്നും അവരുടെ ഒരകത്ത് ആ വാറണ്ടിൽ ഒന്നും പോകാതെ കർത്താവ് എന്നെ അത്ഭുതമായിട്ട് എന്നെ വിടുവിച്ചു. ഇന്ന് കർത്താവ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ചെയ്ത നന്മകളല്ലാതെ ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും പെറുപെറുക്കരുത്. നമുക്ക് കിട്ടിയിരുന്നവർക്ക് നമ്മൾ പെറുപെറുക്കരുത്. നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നത്, നമ്മൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടതാണെങ്കിൽ കർത്താവ് നമുക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കത്തുള്ളൂ. കൂടി ഉടന്നിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് ഏറ്റവും നന്മയ്ക്ക്, ഞാൻ ഇന്ന് വെളുപ്പിനെ എനിക്ക് ഉറങ്ങുന്നത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് പരിശുദ്ധാത്മ പറയും, നമുക്ക് നമുക്ക് നന്മകൾ നമ്മളെ ഇരട്ടിയായിട്ട് തരുവാണ്. നമുക്ക് എല്ലാം ഇരട്ടിയായിട്ട് നമുക്ക് തരാൻ പോവുകയാണ്. നമ്മളെ മാനിക്കാൻ പോവാണ്. കാരണം ഡബിൾ മാന്യത തരാൻ പോവാണ്. അതെന്താണെന്ന് എനിക്കത് പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ഉറക്കത്തിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റും. എന്താണ് കർത്താവ് ഇതിങ്ങനെ ഡബിൾ മാന്യത തരാൻ പോകും? അപ്പോഴാണ് പെട്ടെന്ന് വിനോശാസൻ പറഞ്ഞ വചനം നമ്മൾ ഓർത്ത്, പെരുകും ഏറും വർദ്ധിക്കും. ആ പെരുകും ഏറും വർദ്ധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. എല്ലാ മേഖലകളും പെരുകും ഏറും വർദ്ധിക്കും. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഇരട്ടി മാന്യത തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവമക്കൾ അതെല്ലാം ഏറ്റെടുത്തോളുക. നമ്മൾ പെരുകും ഏറും വർദ്ധിക്കും. ഏത് മേഖലകളിൽ നമ്മൾ ഇറങ്ങിയാലും പെരുകും ഏറും വർദ്ധിക്കും. സാമ്പത്തികമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ നന്മകളായിക്കോട്ടെ, ആത്മീകമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മൾ പെരുകും ഏറും വർദ്ധിക്കും. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സിസ്റ്ററെ, അത്ഭുത സാക്ഷ്യം എല്ലാം ഉണ്ട്. സൗഖ്യം, സാമ്പത്തിക വിടുതൽ, സമാധാനം, എല്ലാ മേഖലയിലും അത്ഭുത വിടുതൽ കിട്ടിയ അത്ഭുത സാക്ഷ്യമാണ്. എനിക്ക് ഇത്ര വിശദമായിട്ട് അറിയാമായിരുന്നില്ല. അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് അത് പറയാൻ കർത്താവ് കൊടുത്തു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യം മുഴുവൻ പറഞ്ഞില്ല ചാച്ച. പരിശുദ്ധാത്മാവ് എന്നെ വേറെ തലത്തിലോട്ട് ഉണ്ടായി. ഞാൻ എടുത്തു വെച്ച വചനങ്ങളൊന്നും അല്ല എനിക്ക് പറയാൻ പറ്റിയത്. പരിശുദ്ധാത്മാവ് എന്നെ വേറെ ഒരു ലെവലിലേക്കാണ് കൊണ്ടത്. ഞാൻ ഇതൊന്നും അല്ല പറയാനായിട്ട് ഞാൻ വചനങ്ങളൊന്നും നോക്കി വെച്ചിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു. കുറെ വചനങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്തു. പക്ഷെ നമ്മൾ കോട്ട് ചെയ്ത് വെക്കുന്ന വചനങ്ങളോ നമ്മൾ പഠിച്ചു വെക്കുന്ന വചനങ്ങളോ ഒന്നും അല്ല. നമ്മളൊരു വചനവുമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേറെ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആമേൻ. അതാ വേണ്ടത്. ആത്മാവിന്റെ ശുശ്രൂഷയാണ് വേണ്ടത്. ആത്മാവ് നയിക്കുന്നത് പോലെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ശുശ്രൂഷ പോകുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹം. കേട്ട എല്ലാവർക്കും എനിക്കറിയാം വലിയൊരു വിടുതലിന്റെ ശുശ്രൂഷയാണ്. സൗഖ്യം വേണ്ടവർക്ക് അത്ഭുത സൗഖ്യം, സാമ്പത്തിക വിടുതൽ വേണ്ടവർക്ക് സ്തോത്രം. തന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. പരിശുദ്ധാത്മാവ് സ്തോത്രം ആ സിമ്പിൾ ആയിട്ടുള്ള ഫെയ്ത്തിൽ സ്തോത്രം അത്ഭുതങ്ങളെ ചെയ്തു. മനോഹരമായ ഭവനം കൊടുത്തു. സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി വെച്ചൊരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമാക്കി കർത്താവ് തീർത്തു. എല്ലാത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. മോന് കൊടുത്ത സാക്ഷ്യം എത്ര അത്ഭുതമാണ്. 1.5 വർഷമായിട്ട് ഉണങ്ങാത്ത മുറിവ് സൗഖ്യമായി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് സ്തോത്രം. ഇന്ന് നമ്മൾ പ്രിയ ജെയിംസോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഇപ്പോൾ ഒന്ന് കൺമ്യൂട്ട് ചെയ്ത് പറയാം. അത്ഭുതം കർത്താവ് ചെയ്യും. സിസ്റ്റർ തന്നെ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. പ്രയർ റിക്വസ്റ്റ് ഉള്ളവർക്ക് പറയാമേ. പ്രയർ നീഡ്സ് ഉള്ളവർക്ക്, ആവശ്യങ്ങളുള്ളവർക്ക് പറയാം. കർത്താവിനെ സ്തുതിക്കും. ആമേൻ. നമുക്ക് പ്രിയ ജെയിംസോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുത സാക്ഷ്യം ലോകരാജ്യങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ. ജോലിപ്ര തന്നെയാണ് ഏറ്റവും അധികമായിട്ട് അവിടെ ഇരുന്ന ദൈവാസൻ ചുറ്റുപാടുകയും ഈ സൗര്യ കുടുംബത്തെയും വളരെ അടുത്തറിയാം. പല ആവശ്യങ്ങളിലും വളരെ പ്രാർത്ഥിച്ച ജോലിപ്ര തന്നെ ഇന്ന് സൗര്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ജോലിപ്ര. വിനോദ് വേറെ ഈ സമയം ഒരു വാക്ക് പറയാം. ഒറ്റ വാക്കുകൾ പറയുന്നുള്ളൂ. മറ്റൊന്നുമല്ല, ഒത്തിരി സഹോദരിമാർക്ക് ഒരു മാതൃകയാണ് ഈ ജെയിംസ് സഹോദരി.
ആ സഹോദരിക്ക് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒത്തിരി പ്രതികൂലങ്ങൾ. നമ്മുടെ കടുത്തുരുത്തി സഭയിലെ ഒരു ഉരുക്ക് വനിതയാണ് പറയാനായിട്ട്. അതുപോലെ പ്രതികൂലങ്ങൾ വന്നിട്ടും അവിടെ പിടിച്ചു നിന്നൊരു സഹോദരിയാണ്. നീ വലിയ അഭിമാനമുണ്ട് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പിതാവെ, ഞാൻ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, നാളിതുവരെ നിന്റെ പ്രിയ മകളെ നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്തു. എല്ലാ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവെ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം. മകളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഹസ്ബൻഡിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, മകൾക്ക് ഇനിയും ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന തരത്തിലുള്ള വലിയ ശുശ്രൂഷകൾ വെളിപ്പെടുത്താൻ പോകുന്നതിനെ സ്തോത്രം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷ കർത്താവ് വെളിപ്പെട്ടു വേണ്ടത് പ്രാർത്ഥിക്കുന്നു. ചിന്തിക്കാത്ത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇരുന്നെഴുന്നേക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്റെ പ്രിയ മകൾക്ക് വലിയ മാന്യത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. സ്തോത്രം. വളരെ മനോഹരമായ ഒരു വാക്കാണ് ജോൽക്ക് പറഞ്ഞത്. ഒരുക്കുവനിത. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലോകരാജ്യങ്ങൾക്ക് സ്തോത്രം. അനേകർക്കൊരു മാതൃകയായി തീരട്ടെ. ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു ജെനി. സോറി, ഇനിയും പെരുകേറി വർദ്ധിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. ഒരു അഹരോൻ, അഹരോൻ, ഞാനിപ്പോൾ പ്രവചിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നതും ഇവിടവും തമ്മിൽ കണക്ട് ആകുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രഖ്യാപിക്കുന്നതും ഇവിടുത്തെ ഒരു വിങ്ങും തമ്മിൽ കണക്ട് ആകുകയാണ്. അഹരോൻ എപ്പോഴാണെന്നറിയാമോ? രാവിലെ 10 മണിക്കോ? അല്ല, രാത്രി. സൂര്യനില്ലാത്തപ്പം. എല്ലാവരും പറ, സൂര്യനില്ലാത്തപ്പം വടിയുമായിട്ട് പോവുകയാണ്. നമ്മുടെ ലൈറ്റിന്റെ താഴോട്ട് വെച്ചു ഇറങ്ങിപ്പോന്നു. സൂര്യൻ അഹങ്കാരമുണ്ട്, പുള്ളി ഉണ്ടല്ലേ നടക്കത്തുള്ളൂ. പുള്ളി രാവിലെ വരുമ്പോ കാണുന്ന കാഴ്ച തളിർത്തു, പൂത്തു, ഫലവും കായ്ച്ചു. തളിർത്തു, പൂത്തു, ഫലം 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 കായ്ച്ചു. തളിർത്തു, തളിർത്തു, പൂത്തു. തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. തളിർത്തു, വായ്കൾ തുറന്ന് തളിർത്തു, പൂത്തു. നിങ്ങളോട് അത് പറയാൻ എനിക്കങ്ങ് തോന്നുവാണ്. നിങ്ങളോട് എനിക്ക് പറയാൻ അങ്ങ് തോന്നുകയാണ്. തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. തളിർത്തു, പൂത്തു, തളിർത്തു, തളിർത്തു, തളിർത്തു. എന്നെ കൂടുതൽ സമ്മതിക്കുന്നവർ ഇത് എന്തോ കണക്ട് ആകുന്നു. കണക്ട് ആകുന്നു ബ്രദർ, എന്തോ കണക്ട് ആകുന്നു. തളിർത്തു, പൂത്തു. വായ്കൾ തുറന്ന് ശബ്ദം ഉയർത്തി യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ, യേശുവേ. വിളിച്ചാട്, വിളിച്ചാട്, യേശു, യേശു. Heavenly feast in the world.
തളിർത്തു പൂക്കുന്ന സീസണാണ്. തളിർത്തു പൂക്കുന്ന സീസണാണ് ഇത്. കർത്താവ് ഒന്നുകൂടെ കൺഫർമേഷൻ പറയുകയാണ്. ഇപ്പോൾ മരണത്തെ യേശുവേ, 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 മരണത്തെ ജയിച്ച യേശുവേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ഓരോ തവണയും അത് കാണുമ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം, നിറവ് കവിഞ്ഞൊഴുക. പെരുകേറി വർദ്ധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പെരുകി ഏറി വർദ്ധിക്കും. അതും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്ന ദൂതാണ്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സാക്ഷ്യങ്ങളുള്ളവർക്ക് ഇപ്പൊ പങ്കുവെക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ബ്രദറെ, ബിന്ദു സഹോദരിയാണ്. ഇന്നലെ ടൈം അലോങ് വിത്ത് ഗോഡിന്റെ ഒരു ഡയറിയും കൂടി കർത്താവ് സ്പീഡ് പോസ്റ്റിൽ അയച്ചിട്ട് പോസ്റ്റ് പോകാൻ കൊണ്ട് തന്നു. സ്തോത്രം. ആമേൻ, ആമേൻ. ഡയറി ഏറ്റവും അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഡയറിയോട് ബിന്ദു സ്മരിക്കുന്നതിൽ കിട്ടി. വേറെ സാക്ഷ്യങ്ങൾ ആർക്കെല്ലാം പങ്കുവെക്കാനുണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാന് കഴിഞ്ഞ ദിവസം ബൈബിള് വായിച്ചിട്ട് കണ്ണട കട്ടിലേല് വെച്ചിട്ട് ഓർക്കാതെ കട്ടിലേല് ഷീറ്റ് മാറാൻ നേരിച്ച് ഷീറ്റ് എടുത്ത് കുഴഞ്ഞ് കണ്ണട താഴ്ത്തുപോയി. ഈ കണ്ണട ആ നിവർത്തി വെച്ചിരുന്ന കണ്ട ഞാൻ നോക്കപ്പെടുമെന്ന് പറഞ്ഞ് താഴ്ത്തു കൊണ്ട് കണ്ണട കവറിനകത്ത് എങ്ങനെ മടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ താഴ്ത്തു കിടക്കുന്നു. യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. അതങ്ങനെ വരണം. പിന്നെ മൊബൈല് ഇത് വായിച്ചിട്ട് മൊബൈല് കട്ടിലേല് വെച്ചു ഇതുപോലെ തന്നെ ഷീറ്റ് എടുത്ത് കുടഞ്ഞു. മൊബൈൽ അതേപോലെ താഴ്ത്തി താഴത്ത് എങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ വെക്കുന്നു അതേപോലെ തന്നെ അതിന് യാതൊരു കുഴപ്പമില്ലാതെ ആ മൊബൈലും കിട്ടിയിട്ട് 2 എണ്ണം ഒരു കുഴപ്പമില്ലാതെ കിട്ടി. അതിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. കർത്താവ് അത്ഭുത സംരക്ഷണം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നലെ സ്തോത്രം നമ്മുടെ സെതുബ്രറും നമ്മുടെ ബിന്ദു അജിമാരൊക്കെ പറഞ്ഞ പോലെ കൊട്ടാരത്തിന്റെ വാർക്ക ഏറ്റവും മനോഹരമായിട്ട് നടന്നു. എല്ലാം കർത്താവ് തന്നെ ഒരുക്കി ബെസ്റ്റായിട്ട് പരിശുദ്ധാത്മാവിന്റെ വീടിന്റെ അവരുടെ മെയിൻ വാർക്ക മനോഹരമായിട്ട് കർത്താവ് ചെയ്തു. വളരെ വേഗത്തിൽ, ചിന്തിക്കാത്ത വേഗത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളും അതിവേഗത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. സ്തോത്രം. ആമേൻ. ഇനിയും സാക്ഷ്യങ്ങളും പറയാനുണ്ടോ? അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. കർത്താവിന്റെ കരുണയാൽ സ്തോത്രം ഞായറാഴ്ച രാത്രി ഇന്തോനേഷ്യയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമീകരിച്ചു. കർത്താവിന്റെ കരുണയാൽ ഞായറാഴ്ച രാത്രിയിൽ ഞായറാഴ്ച പോയിട്ട് അടുത്ത തിങ്കളാഴ്ച 1-ാം തീയതി വരെ വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. സ്തോത്രം. ആമേൻ. വേഗത്തിൽ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. രാജ്യങ്ങളിലേക്ക് കർത്താവ് പെരുകേറി വർദ്ധിപ്പിക്കുന്നു. ആമേൻ. ബർത്തല വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല. ഓക്കെ. ബ്ലോസം ഫ്ലെയിംസ്. താങ്ക് യു. സോറി, നമുക്ക് ബ്ലോസം ഫ്ലെയിംസിന്റെ വീഡിയോ ബ്ലോസം ഇൻ ജീസസ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ആത്മപിതാവായ തങ്ങളുടെ സ്നേഹാന്വേഷണങ്ങളും എല്ലാവരെയും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം 2022 പരിശുദ്ധാത്മാവ് തന്ന പ്രത്യേക ആരോഗ്യപ്രകാരം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ടിജോ പാസ്റ്ററിലൂടെ ദൈവാത്മാവ് പറഞ്ഞ ദൂതായിരുന്നു, പട്ടണങ്ങളെ പിടിക്കുന്ന സഹോദരിമാരെ ഞാൻ സഹോദരനെ ചുറ്റും കാണുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആരംഭിച്ചതാണ് ബ്ലോസം ഫ്ലെയിംസ്. എല്ലാ ദിവസവും രാത്രി
10 മുതൽ നമ്മുടെ സഹോദരിമാർ സൂമിൽ കൂടി വന്നു, കൂട്ടായ്മ ആചരിച്ചു. അനേക പുതിയ ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന തരത്തിൽ എഴുന്നേൽപ്പിച്ചു. അത്ഭുത സാക്ഷ്യങ്ങളുണ്ടായി. കാല ഉണർവിന്റെ ഈ അവസാനത്തെ ലാപ്സ് കർത്താവ് നമ്മളെ ഓരോരുത്തരും ഒരു സൈന്യമായിട്ട്, നമ്മൾ ഓരോ സഹോദരിമാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു വൻ സൈന്യത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ബ്ലോസം ആൻഡ് ജീസസ് സഹോദരന്മാരുടെ കൂട്ടായ്മയായ ബ്ലോസം ഫ്ലംസ് എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഒത്തിരി സഹോദരന്മാരെ അടുത്തറിയുവാനും അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാനും പുതിയ ശുശ്രൂഷകർ എഴുന്നേറ്റ് വരുന്നത് കാണുവാനും ഒക്കെ കർത്താവ് ഇടയാക്കിയതിനെ കർത്താവ് നന്ദി പറയുകയാണ്. മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യമൊക്കെ പങ്കെടുത്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ബിൻസിമോൾ പറഞ്ഞാണ് ഫസ്റ്റ് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഒത്തിരി സന്തോഷമുണ്ട്. ബ്ലോസം ഫ്ലെയിംസിൻ്റെ മീറ്റിംഗ് അതിലൊരു ഭാഗമാവാൻ കർത്താവ് ചെയ്ത കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് കൂടുതൽ ഷെയർ ചെയ്യാനും ഒരു മടിയും കൂടാതെ കർത്താവിന് വേണ്ടി ഓടുവാനും എല്ലാം ഈ ബ്ലോസം ഫ്ലെയിംസ് എന്ന മീറ്റിംഗ് കർത്താവ് ഹല്ലേലൂയ ഒത്തിരി അനുഗ്രഹിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഇന്നായിരിക്കുന്നത് സൗദിയിലാണ്, MOH വർക്ക് ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുധ. ഞാൻ ഇസ്രായേലിൽ നിന്നും ബ്ലോസം ഫ്ലെയിം ഫെസ്റ്റിവലാണ് ഞാൻ ഈ ക്ലിപ്പ് ഇടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഒപ്പം വൈക്കം ഡയോസിസിൽ എത്തുവാൻ കഴിഞ്ഞതിന് ആദ്യമായി പരിശുദ്ധാമാനും ഒപ്പം ലീന സിസ്റ്റർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ബ്ലോസം മീറ്റിംഗ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. അത് കൂടുതൽ ആത്മാവിൽ ശക്തിപ്പെടുവാനും സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു ഫസ്റ്റ് ഫെസ്റ്റിവൽ ഈ വരുന്ന ഫെബ്രുവരി 11 വൈക്കം റോയൽ ക്ലബ്ബിൽ വെച്ച് ബ്ലോസം ഫ്ലെയിംസിൻ്റെ സെലിബ്രേഷൻ നടക്കുകയാണ്. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും, അത്ഭുത സാക്ഷ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കർത്താവ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് മനോഹരമായ ഗെയിംസ്, കൊറിയോഗ്രാഫി, വളരെ മനോഹരമായ പ്രോഗ്രാംസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിശ്ചയമായിട്ട് നിങ്ങൾ കടന്നു വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സോ എല്ലാവരും നാളെയാണ്, മണിക്കൂറുകളേ ഉള്ളൂ. നാളെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സ്തോത്രം, നാളത്തെ റൈസ് ആൻഡ് ഷൈൻ അല്ലേ? ജിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞ് നാളത്തെ കാര്യങ്ങൾ. നാളത്തെ റൈസ് ആൻഡ് ഷൈൻ നമ്മുടെ ഉണ്ണിമായിയാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഞാൻ ഹോസ്റ്റ് ആണ്. പൂച്ചാക്കലിലെ സജീവ് ബ്രദറാണ് മെസ്സേജ് പറയുന്നത്. പിന്നെ നമ്മുടെ കോട്ടയത്തെ നമ്മുടെ മീറ്റിംഗ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിന്ദു സിസ്റ്ററാണ് സാക്ഷ്യം പറയുന്നത്. ബിന്ദു ഷാജി എന്ന് കേട്ടിട്ടുണ്ടോ? ബിന്ദു സിസ്റ്റർ കേറിയിട്ടുണ്ട് ബ്രദറെ. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പം ഇങ്ങനെ മിനിസ്റ്റർ ആണോ ശനിയാഴ്ച? അതെ ബ്രദറെ. അപ്പം ഞാൻ രഞ്ജു ബ്രദറായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇതുവരെ റൈസ് ആൻഡ് ഷൈൻ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. രഞ്ജു ചോദിച്ചു ഇതുവരെ വന്നിട്ടില്ല എന്ന് ചോദിച്ചു. സ്തോത്രം. അങ്ങനെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് അന്ന് ഉണ്ടാവും നമ്മുടെ എലിവിജയന്റെ നമ്മുടെ കല്യാണത്തിന് കർത്താവ് ക്രമീകരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആശിഷ് ബ്രദർ പറഞ്ഞ ദൂത് പോലെ തന്നെ ആമേൻ. ആശിഷ് ബ്രദർ പറഞ്ഞ ദൂത് പോലെ തന്നെ ലോക രാജ്യങ്ങൾ മുഴുവൻ കാണുന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സ്തോത്രം, നമ്മുടെ മോർണിംഗ് പ്രയറിന്റെ ഫുൾ ടീമാണ് നാളത്തെ റൈസ് ആൻഡ് ഷൈനിൽ. സോ എല്ലാവരും അതും കാണണം. 8 മണി തൊട്ട് 9 മണി വരെ. 10 മണിക്ക് നമുക്ക് റോയൽ ക്ലബിൽ സ്വത്രം ഫിസിക്കലായിട്ട് കൂടാം. വലിയ സൗരമാരുടെ സെലിബ്രേഷൻ വളരെ പ്ലാനിങ്, എല്ലാ ദിവസവും രാത്രി പ്ലാനിങ് ആണ്. വൻ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡൊക്കെ റെഡിയാണ്. സോ എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ എല്ലാ സൗര്യമാരും കടന്നു വരണം. പിന്നെ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്കും വരാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ അതിനുവേണ്ടി നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം മുന്നോട്ട് പോകാം. സ്തോത്രം. വൻ കാര്യങ്ങൾ കർത്താവോടെ ചെയ്യണം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സജീവം പിതാവേ, ഞങ്ങൾ നാമത്തിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ കർത്താവെ ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം ഡയോസിസിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നാളെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥന,
അതോടൊപ്പം കർത്താവ് ശിഷ്യർസിന്റെ കർത്താവ് ബ്ലോസം ഡേയ്സ് ഇതുവരെ ഞങ്ങൾ കാണാത്ത അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് തന്റെ മക്കളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ കർത്താവ് വൈക്കം ഡയോസിസ് ഒരു ഉന്നത ഗോപുരമായി സ്വർഗീയ സഭയ്ക്ക് ഏറ്റവും അഭിമാനമായി ദൈവദാസന്മാരെ ഏറ്റവും ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡയോസിസായി പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. നാളെ നടക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തി കണ്ട് ആ ദേശത്തിനും പട്ടണത്തിനും അവിടെ കടന്നു വരുന്ന ഓരോ പ്രിയ മക്കളുടെ ജീവിതത്തിലും ഇതുവരെ കാണാത്തൊരു ദൈവ മഹത്വമേറിയ ശുശ്രൂഷ അങ്ങ് കർത്താവെ ചെയ്തെടുക്കാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. അതിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുകയാണ് കർത്താവെ. വലിയ അത്ഭുതത്താലും അടയാളത്താലും വിവിധ വീര്യപ്രവൃത്തികളിലും അങ്ങയുടെ നാമം അവരെ മഹത്വപ്പെടാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി. അതിനായി കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. വിശേഷ കർത്താവെ ഞങ്ങൾ വിനോദനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിതാവ് ഡയോസിന് തന്നെ ഞങ്ങളുടെ അനുഗ്രഹമാണ്, ഞങ്ങളുടെ നന്മയാ കുടുംബം. പിന്നെ വിശേഷം കർത്താവെ തലമുറയിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഒരു മനസ്സോടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ കർത്താവിന്റെ മക്കൾ അവിടെ കൂടുമ്പോൾ ഇതുവരെ കാണാത്ത അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷ പരിശുദ്ധാത്മാവെ അങ്ങ് ചെയ്തെടുക്കാൻ പോകുന്നതിന് ഓർത്ത് നന്ദി. അതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെയും വിശ്വാസ കർത്താവെ ഞങ്ങൾ വഴി നടന്ന ഞങ്ങളുടെ ദൈവദാസന്മാരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. പ്രിയ മക്കളുടെ ജീവിതത്തിലും കർത്താവെ നാളത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരും. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മ കൊണ്ട് നിറച്ചതിന് നന്ദി. പ്രാർത്ഥന കേട്ട നന്ദി കർത്താവെ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവ് മുൻകാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതിനായി കർത്താവ് സ്തുതിക്കുന്നു. വലിയ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സജീവ് ബ്രദർക്ക് ഫസ്റ്റ് ടൈമാണ് റൈസ് ആൻഡ് ഷൈനിൽ ശുശ്രൂഷിക്കുന്നത്. അവനുമായും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മുടെ പസഫിക് റീജിയന് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേശുവിന്റെ നാമത്തിൽ ചേർന്ന ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി 800 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ലോകത്തുള്ള സകല അധികാരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർക്കെല്ലാം പുറത്തു നന്ദി പറയുന്നു. കർത്താവ് സ്തോത്രം. എല്ലാ ലോകത്തിലെ സകല രാജ്യങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് പസഫിക് റീജിയന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പസഫിക് റീജിയനുള്ള ഓരോ രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരം അവിടെ കൂടിയിരിക്കണം. അവിടെയുള്ള ഭരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് ആ രാജ്യങ്ങളിലെല്ലാം സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ ആയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കും. ദൈവദാസന്മാരെ അനുഗ്രഹിക്കും. ഉണർവ് ചലനങ്ങളെ അനുഗ്രഹിക്കും. കർത്താവെ ലോക ഉണർവിന്റെ മുമ്പിൽ സ്വർഗീയ വരുന്ന ഒരു ഉന്നത ഗോപുരമായി നിൽക്കുന്നവരുടെ പ്രകാരം കർത്താവെ സ്തോത്രം. ആ രാജ്യങ്ങളുടെ എല്ലാം ഉണർവായിട്ട് സ്വർഗീയ അടികൾ ഓരോരുത്തരും കർത്താവ് ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ചെയ്യണം യേശു കർത്താവിന്റെ നാമത്തിൽ. അമേൻ അമേൻ അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസവും അത്ഭുത സാക്ഷികൾ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഒരുക്കി വെച്ചത് കണ്ണ് കണ്ടിട്ടില്ലാത്ത നന്മ, സ്തോത്രം കാത് കേട്ടിട്ടില്ലാത്ത നന്മകളാണ്. സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ നടക്കട്ടെ, വൻ കാര്യങ്ങൾ നടക്കട്ടെ. അതുപോലെ വെള്ളിയാഴ്ച മീറ്റിംഗ് അടക്കം നടക്കില്ല. വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യട്ടെ. പുതിയ ആത്മാക്കളുടെ വലിയ ഒഴുക്കുണ്ടാകട്ടെ. എല്ലാത്തിലും പെരുകി ഏറി വർദ്ധിക്കട്ടെ. അമേൻ. ഞാൻ വീണ്ടും പറയാം, വരുമാന മാർഗങ്ങൾ പെരുകി വരും. വസ്തുവകൾ സമ്പാദ്യങ്ങൾ ഏറി വരും. നിങ്ങൾക്കുള്ളതെല്ലാം വർദ്ധിക്കും. വർദ്ധിക്കുന്ന സീസണാണ് പരിശുദ്ധാത്മാവിന്റെ പുതിയ സീസണിൽ. പുതിയ നല്ല വീടുകൾ വരട്ടെ, നല്ല വാഹനങ്ങൾ വരട്ടെ, നല്ല ബിസിനസ്സുകൾ, നല്ല ജോലികൾ, നല്ല ഫാക്ടറികൾ, അതുപോലെ നല്ലത് വരട്ടെ ഈശ്വരനാം. അമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ കൃപയും കരുണയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാത്സല്യവും സാന്നിധ്യവും കൂട്ടായ്മയും നമ്മ ഓരോരുത്തരും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവാസ്മാരോടുകൂടെയും കർത്താവിന്റെ പട്ടണമാകുന്ന യെരൂശലേമിന്റെ സഭ, ഇസ്രായേൽ ജനതയോടും സകല രാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാകുന്നതിനോടുകൂടെ ഇന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവാകുന്ന ജയോത്സവത്തിൽ നമ്മളെ വഴി നടത്തുന്ന പെരുകി ഏറി വർദ്ധിപ്പിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ അവസാനം യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന വെറും ഒരു പ്രാർത്ഥന വാചകമായി യേശുവിന്റെ നാമത്തെ ചുരുക്കി. വാസ്തവത്തിൽ കർത്താവിന്റെ ആഗ്രഹം എന്തായിരുന്നു? കൊലോസ്യർ 3:17 പറയാ, വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും എൻ്റെ നാമം ഉപയോഗിച്ച് ചെയ്യും. കാര്യം എൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം ഗോഡ് ഹാസ് പ്ലേസ്ഡ് മൈ നെയിം അബവ് എവറി നെയിം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ ദിവസം പെരുകി ഏറി വർദ്ധിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ വീണ്ടും പറഞ്ഞ ഐക്യത്തെ കാര്യം എല്ലാവരും ഓർക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരിക. സ്വത്ത് പ്രാർത്ഥിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ആമേൻ 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 ആമേൻ.